ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുകയാണ്. നമ്മുടെ ആദ്യത്തെ പാഠത്തിൻ്റെ പേരാണ് ഫുഡ് ഫോർ ഹെൽത്ത്. അപ്പോൾ നമുക്ക് പാഠം തുടങ്ങാം. ഡോക്ടർ, ഐ തിങ്ക് മൈ ഡോട്ടർ ഈസ് അണ്ടർ വെയ്റ്റ്. ഷീ ഈറ്റ്സ് വെരി ലിറ്റിൽ ഫുഡ്. വാട്ട് ക്യാൻ ഐ ഡു? ഡോക്ടർ, ഐ തിങ്ക് മൈ ഡോക്ടർ ഈസ് അണ്ടർ വെയ്റ്റ്. ഷീ ഈറ്റ്സ് വെരി ലിറ്റിൽ ഫുഡ്. വാട്ട് ക്യാൻ ഐ ഡു? ഡോക്ടർ, എനിക്ക് തോന്നുന്നു എൻ്റെ മകൾ അണ്ടർ വെയ്റ്റ് ആണെന്ന്. എൻ്റെ മകൾക്ക് വെയിറ്റ് കുറവാണെന്ന്. അവൾക്ക് ആവശ്യത്തിന് വേണ്ട വെയിറ്റ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഷീ ഈറ്റ്സ് വെരി ലിറ്റിൽ ഫുഡ്. അവൾ വളരെ കുറച്ച് ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ. വാട്ട് ക്യാൻ ഐ ഡു? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? സ്ലൈറ്റ് വെയിറ്റ് ലോസ് ഈസ് നോട്ട് എൻ ഇഷ്യൂ. ചെറിയ വെയിറ്റ് ലോസ് ഒന്നും ഒരു കുഴപ്പമല്ല. ഈസ് ഷീ ഇൻ എ ഗ്രോയിങ് ഏജ്? അവളൊരു വളരുന്ന പ്രായത്തിലല്ലേ? ഷീ വിൽ ബി ഫൈൻ സൂൺ. അവൾ പെട്ടെന്ന് റെഡി ആയിക്കോളും. But should ensure adequate nutritious food. But should ensure adequate nutritious food. എന്താണ്? പക്ഷേ ആവശ്യത്തിന് ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കണം. ഓക്കെ. Did you notice the conversation between the mom and doctor? Some of you have this kind of experience. What is mean by nutritious food? Write your guess. നിങ്ങൾ ഈ ഡോക്ടറും അമ്മയും തമ്മിലുള്ള സംസാരം കേട്ടില്ലേ? നിങ്ങൾക്കും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വെയിറ്റ് ലോസ് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ന്യൂട്രീഷ്യസ് ഫുഡ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങളുടെ ഒരു ഗസ് എന്താണെന്ന് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ന്യൂട്രീഷ്യസ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷണങ്ങളെല്ലാമുള്ള ഭക്ഷണം. പ്രോട്ടീനും വിറ്റമിൻസും മിനറൽസും കാർബോഹൈഡ്രേറ്റ്സും എല്ലാമുള്ള ഭക്ഷണത്തെയാണ് നമ്മൾ ന്യൂട്രീഷ്യസ് ഫുഡ് എന്ന് പറയുക. We have a variety of food items around us. We eat different kind of cooked and raw food items. നമ്മുടെ ചുറ്റും ഒരുപാട് തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. കുക്ക് ചെയ്തിട്ടുള്ളതും റോ പച്ചയ്ക്കായിട്ടും കുക്ക് ചെയ്യാതെയുമായിട്ട് പല ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ട്, അല്ലേ? സം ഫുഡ് ഐറ്റംസ് വി യൂഷ്വലി ഈറ്റ് ആർ ഗിവൺ ഇൻ ദ പിക്ചർ. നമ്മൾ സാധാരണയായി കഴിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഹൗ ക്യാൻ വി ക്ലാസിഫൈ ദം? നമുക്കവ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും? എങ്ങനെ വേർതിരിക്കാൻ കഴിയും? നോക്കാം. ആദ്യത്തേത് സീരിയൽസ് ഇവിടെ തന്നിട്ടുണ്ട്, ധാന്യങ്ങൾ. ഇതെന്താണ്? ഫ്രൂട്ട്സ് ആണല്ലേ? ഫ്രൂട്ട്സ്. ഇതോ വെജിറ്റബിൾസ്. ഓക്കെ. ഇതെന്താണ്? ലീവ്സ്, ഇലപ്പച്ചക്കറികൾ അല്ലേ? ഓക്കെ. വാട്ട് ആർ യുവർ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് എമോങ് ദം? ഇവയിൽ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ്? ഇനി ഡിസ്ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട്? ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യുക. ഓക്കെ. ലിസ്റ്റ് ദ ഫുഡ് ഐറ്റംസ് യു യൂഷ്വലി ഈറ്റ് ഇൻ എ ഡേ. നിങ്ങൾ സാധാരണ ഒരു ദിവസം കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ഇവിടെ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടുതലായിട്ടും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതാണെന്ന് എഴുതിയാൽ അത് എഴുതുക. പിന്നെ ലഞ്ചിന് കഴിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുക. പിന്നെ ഡിന്നറിൽ, ബ്രേക്ക്ഫാസ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ പുട്ടും കടലയുമാണ് കഴിക്കാറെങ്കിൽ അത് ഇവിടെ എഴുതുക. ലഞ്ചിന് ചോറാണ് കഴിക്കാറെങ്കിൽ അത് ചോറും പിന്നെ കറിയും എന്നിവിടെ എഴുതുക. പിന്നെ ഡിന്നറിന് നിങ്ങൾ എന്താണ് കഴിക്കാറെന്ന് വെച്ചാൽ അത്. അങ്ങനെ നിങ്ങൾ സാധാരണയായി കഴിക്കുന്ന ഫുഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു 3-4 എണ്ണം എഴുതി വെക്കുക. ഓക്കെ. ഷുഡ് വി ഈറ്റ് ഓൺലി ദ ഫുഡ് ഐറ്റംസ് വി ലൈക്ക്? പേ അറ്റൻഷൻ ടു ദ കോൺവെർസേഷൻ ബിലോ. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ് മാത്രം നമുക്ക് കഴിച്ച് ജീവിക്കാൻ പറ്റുമ്പോൾ ഇവരുടെ കോൺവെർസേഷൻ നോക്കാനാണ് നമ്മൾ പറഞ്ഞത്. മൈ ഫേവറേറ്റ് ഡിഷ് ഈസ് അപ്പം ആൻഡ് ബംഗാൾ ഗ്രാം കറി. എൻ്റെ ഫേവറേറ്റ് ഡിഷ് എന്താണ്? അപ്പവും കടലക്കറിയും. ഐ ലവ് പുട്ട് ആൻഡ് ബനാന. എനിക്ക് പുട്ടും പഴവുമാണ് ഇഷ്ടം. ഐ ഈറ്റ് നൂഡിൽസ് എവറി ഡേ. മോം പ്രിപ്പേഴ്സ് നൂഡിൽസ് ഫോർ മീ ഡെയിലി. ഞാൻ എല്ലാ ദിവസവും നൂഡിൽസാണ് കഴിക്കുന്നത്. അമ്മ എനിക്ക് എല്ലാ ദിവസവും നൂഡിൽസാണ് ഉണ്ടാക്കി തരുന്നത്, അല്ലേ? ഡിഡ് യു നോട്ടീസ് വാട്ട് ദ 3 children said? Will the food they like be enough for the growth and health of these 3? Write your opinion. Present in the class. Explain. എന്താ നമ്മോട് ചോദിച്ചിരിക്കുന്നത്? ഈ 3 കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രം മതിയാവുമോ ഇവരുടെ ഗ്രോത്തിനും ഹെൽത്തിനും വേണ്ടി? Will the food they like be enough for the growth and health of these 3?
മതിയാവുമോ? നമ്മുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, എന്നിട്ട് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ചെയ്യാനുള്ള പ്രവർത്തനമാണ്. എന്നാലും എന്താണ് അഭിപ്രായം എന്നതിനെക്കുറിച്ച് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു തരാം. അപ്പോഴെന്താ, ഇവർ 3 പേരും ഇത് മാത്രമാണ് കഴിക്കുന്നതെന്ന് വിചാരിച്ചാൽ ഒരിക്കലും അവരുടെ ഗ്രോത്തോ ഹെൽത്തോ ക്ലിയർ ആവില്ല. കുട്ടിക്ക് അപ്പത്തിലും കടലയിലുമുള്ള ന്യൂട്രിയൻസ് മാത്രമേ കിട്ടുകയുള്ളൂ. നമുക്ക് ശരീരത്തിന് അതിലേറെ ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്. ഒരു ദിവസം തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത്ര പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, പിന്നെ ഫാറ്റ്, വിറ്റമിൻസ്, മിനറൽസ് എല്ലാം നമുക്ക് ദിവസം കിട്ടണം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഗ്രോത്ത് റെഡി ആവില്ല. പ്രത്യേകിച്ച് ഈ നൂഡിൽസ് കഴിക്കുന്ന കുട്ടിയുടേത് ഒരിക്കലും റെഡി ആവില്ല. നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? വൈ ഫുഡ്? വൈ ഡു വി ഈറ്റ് ഫുഡ്? നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? വാട്ട് ഡു വി ഗെറ്റ് ഫ്രം ഫുഡ്? നമുക്ക് ഫുഡിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? നമ്മളോട് ഈ ഒരു പാരഗ്രാഫ് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനുള്ള ഉത്തരങ്ങളെല്ലാം ലഭിക്കാൻ വേണ്ടി, ഈ 2 ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മളോട് ഈ പാരഗ്രാഫ് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. ഫുഡ് പ്രൊവൈഡ്സ് എനർജി ഫോർ അവർ ഡെയിലി ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. നമ്മുടെ ഡെയിലി ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനുള്ള എനർജി നമുക്ക് തരുന്നത് ഫുഡാണ്. ഫുഡിലൂടെയാണ് നമുക്ക് എനർജി കിട്ടുന്നത്. ന്യൂട്രിയൻസ് ആർ ദ കോമ്പോണൻസ് റിക്വയർഡ് ഫോർ അവർ ഗ്രോത്ത്, ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസ്. എന്താണ്, നമ്മുടെ ഗ്രോത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു റിക്വയർഡ് ആയിട്ടുള്ള ഒരു കോമ്പോണൻ്റ് ആണ് എന്ത്? ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസ് ആർ ദ കോമ്പോണൻസ് റിക്വയർഡ് ഫോർ അവർ ഗ്രോത്തിനും പിന്നെ എന്തിനാ? ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസ്. എന്താ, നമ്മുടെ ആരോഗ്യം നിലനിർത്താനും പിന്നെ അസുഖങ്ങളെ ചെറുത്തു നിർത്താനും. വി ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ഫ്രം ഫുഡ് ഐറ്റംസ്. നമുക്ക് എവിടെ നിന്നാണ് ന്യൂട്രിയൻസ് കിട്ടുന്നത്? ഫുഡ് ഐറ്റംസിൽ നിന്നാണ് നമുക്ക് ന്യൂട്രിയൻസ് കിട്ടുന്നത്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ ദ ന്യൂട്രിയൻസ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസിൽ കാണപ്പെടുന്ന ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്, വിറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഇവയെല്ലാമാണ് ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ്. ദീസ് ആർ ദ ന്യൂട്രിയൻസ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ് ഐറ്റംസ്. ദോ water is not a nutrient component, it is an important requirement for our daily activities. എന്താണ്, വെള്ളത്തിൽ ന്യൂട്രിയൻ കണ്ടന്റ് ഒന്നുമില്ല. വെള്ളം ഒരു ന്യൂട്രിയൻ്റ് ഉള്ള സാധനം ഒന്നുമല്ല. പക്ഷേ എന്താ, നമ്മുടെ ശരീരത്തിൻ്റെ ബോഡിയുടെ എല്ലാ ആക്ടിവിറ്റീസും നടക്കണമെങ്കിൽ വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വെള്ളം നമുക്ക് ഈ ഫുഡ് ഐറ്റംസിൽ നിന്ന് ഈ ന്യൂട്രിയൻസ് എല്ലാം കിട്ടിയെന്ന് കരുതിയാലും വെള്ളമില്ലെങ്കിൽ നമ്മുടെ ബോഡി ആക്ടിവിറ്റീസ് ഒന്നും ക്ലിയർ ആയിട്ട് നടക്കില്ല. പക്ഷെ വെള്ളം മാത്രമുള്ളത് കൊണ്ടും ക്ലിയർ ആയിട്ട് നടക്കില്ല. അപ്പോൾ നമുക്കെല്ലാം വേണം. ഓക്കെ. ഫൈബേഴ്സ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ് ഐറ്റംസ് ആർ ആൾസോ റിക്വയർഡ് ഫോർ ഡെയിലി ആക്ടിവിറ്റീസ്. എന്താ, ഫുഡ് ഐറ്റംസിൽ കാണപ്പെടുന്ന ഫൈബേഴ്സ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ് ഐറ്റംസ് ആർ ആൾസോ റിക്വയർഡ് ഫോർ ബോഡിലി ആക്ടിവിറ്റീസ്. ഫുഡ് ഐറ്റംസിൽ കാണപ്പെടുന്ന ഫൈബേഴ്സും നമ്മുടെ ശരീരത്തിൻ്റെ ആക്ടിവിറ്റീസിന് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ്. ആൾ ഫുഡ് ഐറ്റംസ് മേ നോട്ട് കണ്ടെയ്ൻ ആൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഇൻ അക്വേറ്റ് ക്വാണ്ടിറ്റി. എന്താണ്, എല്ലാ ഫുഡ് ഐറ്റംസിലും എല്ലാ ന്യൂട്രിയൻസും ആവശ്യമായ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവില്ല, അഡിക്വേറ്റ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവില്ല. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഹെൻസ് വി ഈറ്റ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് പ്രിപ്പയറിങ് യൂസിങ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വി ഈറ്റ് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് പ്രിപ്പയർഡ് യൂസിങ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ്. പല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന പലതരത്തിലുള്ള ഫുഡ് നമ്മൾ കഴിക്കേണ്ടത് അതുകൊണ്ടാണ്. അങ്ങനെ കഴിച്ചാലേ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസിനുമുള്ള ന്യൂട്രിയൻസ് കിട്ടൂ. അപ്പോഴും നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടുകയുള്ളൂ. The quantity of food we eat, its quality and time of consumption influence our health. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ അളവ്, പിന്നെ അത് കഴിക്കുന്ന ടൈം ഓഫ് കൺസംഷൻ, നമ്മൾ കഴിക്കുന്ന സമയം, ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ എവരി വൺ ഷുഡ് ഈറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്. അതുകൊണ്ട് എന്താണ്, എല്ലാവരും ന്യൂട്രീഷ്യസ് ഫുഡ് വേണം കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ താഴെ തന്നിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം. വിച്ച് ആർ ദ മേജർ ന്യൂട്രിയൻസ്?
എന്താണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം? വിച്ച് ആർ ദ മേജർ ന്യൂട്രിയൻസ്? ഏതൊക്കെയാണ് മേജർ ന്യൂട്രിയൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഉത്തരം ഏതാണ്? ഇതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ മേജർ ന്യൂട്രിയൻസ്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ നീഡ് ഓഫ് പ്രിപ്പയറിംഗ് ഫുഡ് യൂസിങ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ്? പല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ്? വാട്ട് ഈസ് ദ നീഡ് ഓഫ് പ്രിപ്പയറിംഗ് ഫുഡ് യൂസിങ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ്? നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. All food items may not contain all essential nutrients in adequate quality. Hence, we eat a variety of food items prepared using different ingredients. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. എന്താണ്? എല്ലാ ഫുഡിലും എന്താണ് നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പല ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള പല ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത്. വൈ ഡു വി ഈറ്റ് ന്യൂട്രിയൻറ്റ് റിച്ച് ഫുഡ്? നമ്മൾ എന്തിനാണ് ന്യൂട്രിയൻറ്റ് റിച്ച് ഫുഡ് കഴിക്കേണ്ട ആവശ്യം? ന്യൂട്രിയൻസ് ആർ ദ കോമ്പോണൻസ് റിക്വയർഡ് ഫോർ അവർ ഹെൽത്ത്, ടു മെയിൻറ്റെയിൻ ദ ഹെൽത്ത്, ടു പ്രിവെൻറ്റ് ഡിസീസ്. ഓക്കെ, എന്താണ്? നമുക്ക് ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൻ്റെ ഗ്രോത്തിനും ഹെൽത്തും അതുപോലെ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കോമ്പോണൻ്റ് ആണ്. അപ്പോൾ ന്യൂട്രിയൻസ് റിച്ച് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തത് നോക്കാം. റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ്സ് ഇൻ സയൻസ് സ്റ്റഡി. ലെറ്റ്സ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ എഴുതിയല്ലോ അല്ലേ. ടു ഒബ്റ്റെയിൻ എനർജി. ഡു വി ഈറ്റ് ഫുഡ് ടു എൻജോയ് ദ ടേസ്റ്റ് ആൻഡ് സാറ്റിസ്ഫൈ ഹങ്കർ ഓൺലി? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് എൻജോയ് ചെയ്യാനും പിന്നെ നമ്മുടെ ഹങ്കർ, നമ്മുടെ വിശപ്പ് അകറ്റാനും വേണ്ടി മാത്രമാണോ? വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് യു യൂഷ്വലി എൻഗേജ് ഇൻ എ ഡേ? ഒബ്സർവ് ദ പിക്ചർ. നിങ്ങൾ സാധാരണ ഈ ഒരു ദിവസം ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? നമ്മളോട് ഈ ചിത്രം ഒന്ന് നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കളിക്കും, പഠിക്കും അല്ലേ? കൂടുതൽ സമയം നമ്മൾ കളിക്കാനും കുറച്ച് സമയം നമ്മൾ പഠിക്കാനും വേണ്ടിയാണല്ലോ മാറ്റി വെക്കുന്നത് അല്ലേ? വാട്ട് ആക്ടിവിറ്റീസ് ഡു യു സീ ഇൻ ദ പിക്ചർ? നമ്മൾ ഈ ചിത്രത്തിൽ എന്തെല്ലാം ആക്ടിവിറ്റീസാണ് കാണുന്നത്? രണ്ട് കുട്ടികൾ കളിപ്പാട്ടം വെച്ച് കളിക്കുന്നു, പിന്നെ ഒരു കുട്ടി പഠിക്കുന്നു, ബലൂൺ വെച്ച് കളിക്കുന്നു, പിന്നെ ഫുട്ബോൾ കളിക്കുന്നു അല്ലേ? ഡോണ്ട് ദീസ് ആക്ടിവിറ്റീസ് റിക്വയർ എനർജി? ഈ ആക്ടിവിറ്റീസിന് എനർജി ആവശ്യമില്ലേ? ഡു ദീസ് ആക്ടിവിറ്റീസ് റിക്വയർ ദ സെയിം എമൗണ്ട് ഓഫ് എനർജി? ഈ എല്ലാ ആക്ടിവിറ്റീസിനും സെയിം എമൗണ്ട് ഓഫ് എനർജി ആണോ ആവശ്യം? ആയിരിക്കില്ല അല്ലേ? നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ ഇരുന്ന് വായിക്കുകയാണ്. നമ്മൾ ഇരുന്ന് ചെയ്യുന്നതും നമ്മൾ ഓടിയിട്ടോ ചാടിയിട്ടോ ചെയ്യുന്നതും തമ്മിൽ നമുക്ക് ക്ഷീണം പെട്ടെന്ന് വരിക ഏതാണ്? ഓടിയും ചാടിയും ചെയ്യുന്നതാണല്ലേ. നമുക്ക് കൂടുതൽ എനർജി ഇത്തരം ആക്ടിവിറ്റീസിലാണ് ആവശ്യപ്പെടുക. ഫ്രം വേർ ഈസ് ദ എനർജി റിക്വയർഡ് ഫോർ ദീസ് ആക്ടിവിറ്റീസ് ഒബ്റ്റെയിൻഡ്? എവിടെ നിന്നാണ് ഈ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എനർജി നമുക്ക് കിട്ടുന്നത്? നമുക്ക് നോക്കാം. എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി ഈസ് മെയിൻലി ഒബ്റ്റെയിൻഡ് ഫ്രം കാർബോഹൈഡ്രേറ്റ്സ്. എവിടെ നിന്നാണ്? കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എനർജി നമ്മൾ കൂടുതലും എടുക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് ഈസ് ഫൗണ്ട് ഇൻ ഫുഡ് ഐറ്റംസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ലൈക്ക് സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ആൻഡ് ഫൈബേഴ്സ്. കാർബോഹൈഡ്രേറ്റ് പല ഫുഡ് ഐറ്റംസിൽ പല രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏതൊക്കെ രൂപത്തിലാണുള്ളത്? സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ആൻഡ് ഫൈബേഴ്സ്. ഈ 5 രൂപത്തിൽ നമുക്ക് പല ഫുഡ് ഐറ്റംസിൽ കാണാൻ കഴിയും. ഓക്കെ, സ്റ്റാർച്ച് ഈസ് പ്രസൻറ്റ് അബുണ്ടൻസ് ഇൻ സീരിയൽസ് ആൻഡ് ട്യൂബേഴ്സ്. എന്താണ്? സ്റ്റാർച്ച് വളരെ അധികമായിട്ട് തന്നെ ധാന്യങ്ങളിലും ധാന്യങ്ങളിലും ട്യൂബേഴ്സ് കിഴങ്ങുകളിലും കാണപ്പെടുന്നുണ്ട്. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് മോർ ഇൻ അവർ ഡയറ്റ് ടു ഗെറ്റ് റിക്വയർഡ് എമൗണ്ട് ഓഫ് എനർജി? നമ്മുടെ ഡയറ്റിൽ നമ്മൾ കൂടുതൽ ആഡ് ചെയ്യേണ്ട ഫുഡ് ഏതാണ്? നമുക്ക് കൂടുതൽ എനർജി കിട്ടണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് കിട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചേർത്തേണ്ടതും എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഡു ആൾ ദ ഫുഡ് ഐറ്റംസ് കണ്ടെയ്ൻ സ്റ്റാർച്ച്?
എല്ലാ ഫുഡ് ഐറ്റംസിലും സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ എന്താണ് കരുതുന്നത്? വാട്ട് ഡു യു തിങ്ക്? ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ഇഫ് സ്റ്റാർച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ് ഐറ്റംസ് വി ഈറ്റ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് പരിശോധിക്കുക? ഐ ഡ്രിങ്ക് മിൽക്ക് ഡെയിലി. ഡു ഐ ഗെറ്റ് സ്റ്റാർച്ച് ഫ്രം മിൽക്ക്? ഞാൻ എല്ലാ ദിവസവും പാല് കുടിക്കുന്നുണ്ട്, എനിക്ക് പാലിൽ നിന്ന് സ്റ്റാർച്ച് ലഭിക്കുന്നുണ്ടോ എന്ന് ഈ കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതെല്ലാം ഫുഡ് ഐറ്റംസിൽ സ്റ്റാർച്ച് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻ്റ് നോക്കാം. അയോഡിൻ ടെസ്റ്റ്. മെറ്റീരിയൽസ് റിക്വയർഡ്. നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടെസ്റ്റ് ട്യൂബ്സ്, 2 ടെസ്റ്റ് ട്യൂബ് വേണം. പിന്നെ മിൽക്ക് വേണം. ഡയലൂട്ടഡ് അയഡിൻ സൊല്യൂഷൻ, ഡയലൂട്ട് ചെയ്ത അയഡിൻ്റെ സൊല്യൂഷൻ വേണം. പിന്നെ റൈസ് വാട്ടർ വേണം. നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി, നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ടേക്ക് 2 ടെസ്റ്റ് ട്യൂബ്സ്, 2 ടെസ്റ്റ് ട്യൂബുകൾ എടുക്കുക. ടേക്ക് മിൽക്ക് ഇൻ 1 ടെസ്റ്റ് ട്യൂബ് ആൻഡ് റൈസ് വാട്ടർ ഇൻ ദ അതർ വൺ. ഒരു ടെസ്റ്റ് ട്യൂബിൽ പാലും മറ്റേ ടെസ്റ്റ് ട്യൂബിൽ റൈസ് വാട്ടറും എടുക്കുക. ആൻഡ് ആഡ് 2 or 3 drops of iodine solution to each test tube. എന്നിട്ടോ 2 ടെസ്റ്റ് ട്യൂബിലേക്കും 2-3 തുള്ളി അയഡിൻ സൊല്യൂഷൻ ഇറ്റിക്കുക. അതിനുശേഷം ഒബ്സർവ് ദ കളർ ചേഞ്ച് ഇൻ ബോത്ത് ടെസ്റ്റ് ട്യൂബ്സ്. 2 ടെസ്റ്റ് ട്യൂബിലുമുള്ള കളർ ചേഞ്ച്, ഈ അയഡിൻ സൊല്യൂഷൻ ചേർത്തതിന് ശേഷമുള്ള കളർ ചേഞ്ച് ഒബ്സർവ് ചെയ്യുക. റിപ്പീറ്റ് ദ സെയിം എക്സ്പെരിമെൻറ്റ് വിത്ത് അതർ ഫുഡ് ഐറ്റംസ് യു ഈറ്റ്. നമ്മൾ കഴിക്കുന്ന മറ്റ് ഫുഡ് ഐറ്റംസിലും സ്റ്റാർച്ച് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഈ എക്സ്പെരിമെൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഇനിയും ചെയ്തു നോക്കാമെന്ന്. റെക്കോർഡ് യുവർ ഫൈൻഡിങ്സ് ഇൻ ദ ടേബിൾ ബിലോ. താഴെയുള്ള ടേബിളിൽ നമ്മുടെ ഫൈൻഡിങ്സ് എഴുതാൻ. പൊട്ടാറ്റോ, കളർ ചേഞ്ച് വെൻ അയഡിൻ സൊല്യൂഷൻ ഈസ് ആഡഡ്. സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള വസ്തുക്കളിലേക്ക് അയഡിൻ സൊല്യൂഷൻ ഇറ്റിക്കുകയാണെങ്കിൽ അതിന് ഒരു ബ്ലൂ കളർ വരുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് പൊട്ടാറ്റോയിൽ സ്റ്റാർച്ച് ഉണ്ട്, അതുകൊണ്ട് എന്താണ് ബ്ലൂ കളർ വരും. കുക്കുംബറിൽ സ്റ്റാർച്ച് ഇല്ല, അതുകൊണ്ട് ബ്ലൂ കളർ ഉണ്ടാവില്ല. മൈദയിൽ സ്റ്റാർച്ച് ഉണ്ട്, അതുകൊണ്ട് അവിടെയും ബ്ലൂ കളർ വരുന്നതാണ്. എഗ് വൈറ്റിൽ സ്റ്റാർച്ച് ഇല്ല. ഓക്കെ, വെൻ അയഡിൻ കമ്പൈൻസ് വിത്ത് സ്റ്റാർച്ച് എ ഡാർക്ക് ബ്ലൂ കളർ ഈസ് ഫോംഡ്. കണ്ടോ, വെൻ അയഡിൻ എപ്പോഴാണോ സ്റ്റാർച്ചുമായിട്ട് കൂടിച്ചേരുന്നത് അപ്പോഴവിടെ ഒരു ഡാർക്ക് ബ്ലൂ കളർ ഉണ്ടാകുന്നതാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ ക്വാളിറ്റി ഓഫ് സ്റ്റാർച്ച്, ദ ഇൻറ്റൻസിറ്റി ഓഫ് ബ്ലൂ കളർ വാരീസ്. എന്താണ്, സ്റ്റാർച്ചിൻ്റെ അളവിനനുസരിച്ച് നീല കളറും മാറുന്നതാണ്. കൂടുതൽ സ്റ്റാർച്ചിൻ്റെ അളവുണ്ടെങ്കിൽ വളരെ ഡാർക്കായിട്ടുള്ള ബ്ലൂവും, സ്റ്റാർച്ചിൻ്റെ അളവ് കുറവാണെങ്കിൽ ബ്ലൂ ലൈറ്റ് കളറും ആവും. ഓക്കെ, find out the food items which more starch content based on the intensity of blue color formed when iodine was added. Find out the food items with more starch. കൂടുതൽ സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കണ്ടെത്താൻ എങ്ങനെ? നമ്മൾ അയഡിൻ ചേർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബ്ലൂ കളർ വരുന്ന ഫുഡ് ഐറ്റംസ് സ്റ്റാർച്ച് കൂടിയതാണെന്ന് മനസ്സിലാക്കി നമ്മളോട് കൂടുതൽ സ്റ്റാർച്ചുള്ള ഫുഡ് ഐറ്റംസ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. യു ഹാവ് ഓൾറെഡി ലിസ്റ്റഡ് ദ ഫുഡ് ഐറ്റംസ് യു യൂഷ്വലി ഈറ്റ്. നിങ്ങൾ സാധാരണ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിനെ നിങ്ങൾ നേരത്തെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ? അനലൈസ് ദ ടേബിൾ ആൻഡ് എക്സാമിൻ വെദർ മോർ ഫുഡ് ഐറ്റംസ് യു കൺസ്യൂം കണ്ടെയ്ൻ സ്റ്റാർച്ച്. കൂടുതൽ ഫുഡ് നിങ്ങൾ കഴിക്കുന്നതിൽ സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ടോ എന്ന് എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇതുവരെ മതി. ബാക്കി ഫോർ ദ ഗ്രോത്ത്, പ്രോട്ടീൻ, ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇതുവരെ എടുത്തത് എല്ലാവരും നന്നായി പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.